അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കോളിഫ്ലവർ തോരനാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഞാനിവിടെ കോളിഫ്ലവർ കുറച്ചെടുത്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വെള്ളത്തിലേക്ക് ഇട്ടിട്ടൊന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അത് കഴിഞ്ഞ് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വേറൊരു പാത്രത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഒരു തിള വരുമ്പോഴത്തേക്ക് തന്നെ നമുക്കിത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് താഴെ ഇറക്കി വയ്ക്കാം. അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്ന. കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് ഒരു വറ്റൽ മുളകും കൂടി ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സവോളയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ലേശം ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. പിന്നെ തോരത്തിനുള്ള അരപ്പ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇതിലേക്കൊന്ന് തട്ടിക്കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഒരു മുട്ട കൂടി ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഈ അരപ്പൊക്കെ ഒതുക്കി വെച്ചിട്ട് ഒന്ന് ചിക്കിയെടുക്കാം. അതിൽ ഒഴിച്ചിട്ട് അങ്ങനെ ചിക്കി ഇതിലേക്ക് പിന്നെ നമ്മൾ കോളിഫ്ലവർ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഇതിലിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം. ലേശം ഒരു പെരിഞ്ചീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ തോരൻ റെഡി ആയിട്ടുണ്ട്. മുട്ടയും കൂടെ ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.